الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളായ നാം ദൃഢമായ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ വിശ്വാസികളെ പിടികൂടാൻ പാടില്ല. വിശ്വാസികൾക്കിടയിൽ വരെ അമിതമായ സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാനിന് എന്തോ തകരാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് മോക്ഷം ലഭിക്കാനുള്ള പ്രയത്നത്തിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് ത്യാഗസമ്പൂർണമായ ജീവിതം അനിവാര്യമാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയാണ്. ആ ജീവിതയാത്രയിൽ പലതും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹ്, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാള് ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദിച്ചു, മതാ റാഹ, എപ്പോഴാണ് വിശ്രമം? നിരന്തരമായ പരിശ്രമങ്ങൾ, യാത്രകൾ, അറിവ് സമ്പാദിക്കാനുള്ള, അത് ആളുകൾക്ക് പകർന്നു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ, ഒരു സമയവും വിശ്രമമില്ല. അപ്പോൾ എപ്പോഴാണ് വിശ്രമമെന്ന് ചോദിക്കുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് എന്റെ ഒരു കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ
അപ്പോൾ വിശ്രമിക്കാം. അതെ, നമ്മുടെ ജീവിതത്തിലെ വിശ്രമമെന്ന് പറഞ്ഞാൽ, റാഹത്തോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലാണ്. ദുനിയാവിൽ അത് ചിന്തിക്കരുത്. നമ്മൾ ദുനിയാവിൽ എല്ലാം ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയാണ്. ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്നു. ജീവിതത്തിൽ പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഈമാനുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഈമാനുള്ളവർക്ക് അതൊന്നൊരു വിഷയമേ അല്ല. വലാ തഹിനു, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. ദൗർബല്യം, കടുത്ത ദുഃഖം വിശ്വാസിയുടെ നിഘണ്ടുവിൽ ഉണ്ടാവാൻ പാടില്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ വിഷമുണ്ടാവും. പക്ഷെ കടുത്ത വ്യതയിലേക്ക് ആ ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ മനസ്സ് മാറുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ് സന്തതികൾ ഉണ്ടാവുക എന്നത്. അങ്ങനെ സന്തതികൾ ഉണ്ടായില്ല, ഇല്ല. കടുത്ത നിരാശയിലേക്ക് ആ ദമ്പതികൾ വഴിമാറിപ്പോകുകയില്ല. രോഗവും പ്രയാസവും കുടുംബത്തിൽ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈമാനുള്ളവരാണെങ്കിൽ കടുത്ത വിഷമം അവരെ ബാധിക്കുകയില്ല. അങ്ങനെ ജീവിതത്തിലെ ഏത് മേഖലകളിലായാലും ഈമാനുള്ളവർക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഉൾക്കരുത്ത് അള്ളാഹു നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ പറ്റി പറയുന്നുണ്ട്. ആരാണ് ഔലിയാക്കള്? നമ്മൾ ഔലിയാക്കളെ സംബന്ധിച്ച്, വ്യാജ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥ ഔലിയാക്കളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ച് നൽകാറുണ്ട്. പക്ഷേ ആ യഥാർത്ഥ ഔലിയാക്കളായി തീരാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ചിന്തിക്കണം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, അറിയുക. അറിയാനാണ് ആദ്യം പറയുന്നത്. എന്താണ്? അല്ലാഹുവിന്റെ മിത്രങ്ങൾക്ക് ഭയമില്ല, ഉത്കണ്ഠയില്ല. അമിതമായ ഭയം, ഉത്കണ്ഠ. എന്താകും ഭാവി? എന്താകും എന്റെ കുടുംബത്തിന്റെ അവസ്ഥ? എന്താകും എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നം? എന്താകും എന്റെ ജീവിതം എന്ന അമിതമായ ഉത്കണ്ഠ, ആശങ്ക, ബേജാറ് വിശ്വാസിക്കുണ്ടാവൂല. വലാഹും യഹ്സനൂൻ, ദുഃഖവും, അമിതമായ ദുഃഖം ചെറിയ രൂപത്തിലൊക്കെ ആവാം. പക്ഷെ കടുത്ത വ്യത, അത് ആത്മഹത്യയിലെത്തിക്കുന്ന രൂപത്തിലുള്ള വ്യത, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ദുഃഖവും വിഷമവും ആദിയും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയണം, അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. എന്തുകൊണ്ടാണ് ഈ വിഷമവും ഭയവും ഇല്ലാതിരിക്കുന്നത്? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. വകാനൂ യത്തഖൂൻ, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് ക്വാളിറ്റി. വിശ്വാസം, ശക്തമായ ഈമാൻ. ആ ശക്തമായ ഈമാനോടൊപ്പം ധർമ്മനിഷ്ഠ, എല്ലാ മേഖലയിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർക്കാണ് ഇഹലോക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും സന്തോഷമുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ മിത്രങ്ങൾക്ക് പരലോകത്ത് മാത്രമല്ല സന്തോഷം, ഇഹലോകത്തുമുണ്ട്. ഇഹലോകത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയണം. പ്രയാസങ്ങൾക്ക് നടുവിൽ, ദുരിതങ്ങൾക്ക് നടുവിൽ, വേദനകൾക്ക് നടുവിൽ സന്തോഷം അനുഭവിക്കാൻ, ഈമാനിന്റെ കരുത്തുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ, ഈമാനിന്റെ കരുത്തുകൊണ്ട് ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പിടിച്ചു നിൽക്കാൻ വിശ്വാസിക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ അല്ലാഹു സന്തോഷം നൽകും. വിശ്വാസിയുടെ ചരിത്രങ്ങൾ അങ്ങനെയാണ്.
നിങ്ങൾ പൂർവികരുടെ ചരിത്രത്തിലേക്ക് വരിക. പൂർവികരായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ആരാ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ ഏറ്റവും ദുർബലരായ, സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടെ പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ അടിമകളാ. എന്തിനാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? എന്തിനാ? ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്, ഈ കടുത്ത പീഡനവും പ്രയാസങ്ങളും അനുഭവിക്കുന്നതിൽ നിന്നുള്ള മോചനത്തിന്, മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അല്ലാഹനെ മനസ്സിലാക്കി, പ്രവാചകനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ആ ദുരിതങ്ങളിൽ നിന്ന്, ആ ദുരിത കയത്തിൽ നിന്ന് മോചിതരായി ആശ്വാസത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നത് ഒരു സമാധാന സമ്പൂർണമായ, നീതിയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനാണ്. പക്ഷെ നയിക്കാൻ സാധിച്ചോ? അവർക്ക് സാധിച്ചിട്ടുണ്ടോ? പഠിക്കേണ്ട നമ്മൾ. യാസിർ കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഇണ അബൂ ഹുദൈഫയുടെ അടിമകളാണ് ആര്? യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ സുമയ്യ റളിയല്ലാഹു അൻഹ, അവരുടെ പ്രിയപ്പെട്ട മകനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ആ കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അന്ന് തുടങ്ങിയതാണ് പീഡനം, നിരന്തരമായ പീഡനം, കടുത്ത പീഡനം എന്ന് പറഞ്ഞാൽ നേരത്തെ അടിമയായി നിലകൊണ്ടിരുന്നതിനേക്കാൾ ശക്തമായ കടുത്ത പീഡനവും വിവേചനവും മർദ്ദനവും. എങ്ങനെയുള്ള മർദ്ദനങ്ങൾ? ഇരുമ്പിന്റെ ആയുധങ്ങൾ പഴിപ്പിച്ചെടുത്ത് ശരീരത്തിൽ വെക്കും, വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിക്കും. എന്താണ് അവരുടെ ആവശ്യം? ഈ മതത്തിൽ നിന്ന് പിന്മാറണം, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്മാറണം. ഇതേ ആവശ്യമുള്ളൂ. നേരത്തെ അടിമത്തത്തിൽ നിലനിൽക്കുന്ന ആ പ്രയാസങ്ങള് ഒരു വേള ഇസ്ലാമിൽ നിന്ന് മോചിതരായാൽ അവർക്ക് ഒരു ആശ്വാസവും സമാധാനവും ഈ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ആളുകൾ നൽകിയേക്കാം. പക്ഷേ വിശുദ്ധ പ്രകാശം ഉണ്ടല്ലോ, ദീനിന്റെ വിശുദ്ധ പ്രകാശം, അത് ഹൃദയത്തിൽ യഥാർത്ഥ രൂപത്തിൽ പ്രസരിക്കപ്പെട്ടാൽ പിന്നെ അവിടെ അവരുടെ മുന്നിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ മനസ്സിൽ ഈമാൻ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മെ പിടികൂടുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് നമുക്കൊരു വിഷയമേ അല്ല. നമ്മുടെ ഈമാനിന്റെ ദൗർബല്യം കൊണ്ടാണ് പലപ്പോഴും പലതും വിഷയമായി തോന്നുന്നത്. ഈമാൻ ശക്തമല്ലാത്തത് കൊണ്ടാണ്. ആ കുടുംബത്തിനൊരു പ്രയാസമായി തോന്നിയില്ല. നിരന്തരമായ പീഡനങ്ങൾ, 3 പേരെയും പീഡിപ്പിക്കും. അമ്മാർ റളിയല്ലാഹുവിനെ പൂർണ്ണ നഗ്നനാക്കി മരുഭൂമിയിൽ കിടത്തും. ആ മരുഭൂമിയിൽ കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഭാരമുള്ള കല്ലുകൾ കയറ്റിവെക്കും. എന്നിട്ട് പിള്ളേരെ കൊണ്ട് വലിക്കാൻ പറയും. മരുഭൂമിയിലൂടെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ചുട്ടുപൊള്ളുന്ന മണൽത്തിട്ടയിൽ ആ പച്ചയായ ശരീരം പ്രയാസം അനുഭവിക്കുമ്പോഴും അല്ലാഹു അഹദ് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഈ പ്രയാസങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാ. ആ പ്രയാസങ്ങൾ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സഹായിക്കാൻ മാർഗമില്ല. അതിനുള്ള ശക്തിയും അതുപോലെയുള്ള സൗകര്യങ്ങളുമില്ല. വളരെ ദുർബലമായ ഏതാനും ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിനോട് പറയുക മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തോട് പറഞ്ഞത് സബ്റൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക, ക്ഷമിക്കുക. ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്. അവർക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എത്രത്തോളം?
യാസിർ റളിയല്ലാഹുവിനെ ഒരു മുള്ള് മരത്തിൽ കെട്ടിയിട്ടു. ആ മുള്ള് മുഴുവൻ ശരീരത്തിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പഠിപ്പിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തിമുറിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പ്രിയപത്നി സുമയ്യ റളിയല്ലാഹു അൻഹയെ പൂർണ്ണനഗ്നയാക്കി കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് അവരുടെ രഹസ്യഭാഗത്തേക്ക് ഈ പഴുപ്പിച്ച ആണിയും കമ്പുകളും നഊദു ബില്ലാഹ് പെടഞ്ഞുകൊണ്ടവർ അതിദാരുണമായ നിലയിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായി അള്ളാഹുവിലേക്ക് യാത്ര പോയി. ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷി അത് സുമയ്യ റളിയല്ലാഹു അൻഹ. യാസിർ റളിയല്ലാഹു അല്ലാഹുവിലേക്ക് യാത്രയായി. കടുത്ത പീഡനങ്ങൾ. ആ പീഡനങ്ങൾ തുടർന്നപ്പോൾ അറിയാതെ അർദ്ധ അബോധാവസ്ഥയിലേക്ക് അവരെ പ്രിയപ്പെട്ട മകൻ അമ്മാർ ഇബ്നു യാസിർ അർദ്ധ അബോധാവസ്ഥയിലേക്ക് പോയി. കടുത്ത പീഡനങ്ങൾ കൊണ്ട് ആ സമയത്ത് അറിയാതെ നിഷേധത്തിന്റെ ഒരു വാക്ക് പറഞ്ഞുപോയി. അപ്പോഴാണ് അവർ മോചിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ അടുത്ത് ബേജാറോടുകൂടി വിഷമത്തോടുകൂടി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുപോയി പ്രവാചകരെ, എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സറിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു. അമ്മാറിന്റെ മനസ്സത് ഉച്ചരിച്ചിട്ടില്ല. അവിടെ കൂടിയ മറ്റുള്ള സഹാബികളോട് പറഞ്ഞു, അമ്മാറിന്റെ മനസ്സത് ഉച്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് അമ്മാർ കുറ്റവാളിയല്ല, അമ്മാർ നിഷേധിയല്ല. മാത്രമല്ല അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിന്റെ സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളം വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, നിങ്ങൾ അബൂബക്കറിന്റെയും ഉമറിന്റെയും മാർഗം പിൻപറ്റണം. എന്റെ മാർഗം പിൻപറ്റുന്നത് പോലെ തന്നെ അബൂബക്കറിന്റെയും ഉമറിന്റെയും മാർഗം നിങ്ങൾ പിൻപറ്റണം. അതുപോലെ തന്നെ നിങ്ങൾ അമ്മാറിന്റെയും മാർഗം പിൻപറ്റണം. മൂന്നാമതായി അമ്മാർ ഇബ്നു യാസിറിനെ സംബന്ധിച്ച റസൂലുള്ളാഹി പറഞ്ഞത്, അടിമയായ ആ ഏറ്റവും താഴെ തട്ടിൽ നിലകൊണ്ടിരുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ഇസ്ലാം ഉയർത്തുകയാണ്. ഏറ്റവും ഉന്നതമായ വിധാനത്തിലേക്ക് ഇസ്ലാം ഉയർത്തി. അപ്പൊ ഈ കടുത്ത പീഡനങ്ങൾക്ക് നടുവിൽ അവര് എന്താശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്? അവർക്കുണ്ടായിരുന്നത് ആ ഈമാനിന്റെ മാധുര്യമുണ്ട്. ഈമാനിനൊരു മാധുര്യമുണ്ട്. ഗസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മാധുര്യമുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും അവിടെ നിരന്തരമായി ബോംബ് വർഷിക്കപ്പെട്ട് ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. അപ്പോഴും അവര് അള്ളാഹിനെ സംബന്ധിച്ചൊരു മോശമായ വാക്കും പറയുന്നില്ല. അവരെ ഒരേ നിലയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതാ അവര് പറയുന്നത്. ഇത് അള്ളാഹ് നൽകുന്നതാ. ദുനിയാവിൽ സന്തോഷം നൽകും, പാരത്രിക ജീവിതത്തിനും സന്തോഷം നൽകും. ശക്തമായ ഈമാനുണ്ടെങ്കിൽ അള്ളാഹ് സന്തോഷം നൽകുന്നതാണ്. പ്രതിസന്ധികൾ ഒരു വിഷയമേ അല്ല. കാരണം അത് നമുക്ക് മാതൃകയാണ്. ഗസയിലെ മുസ്ലിങ്ങള് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം, ആ മില്ലത്ത് ഓർക്കുന്ന സമയമാണല്ലോ ഇത്. ആ മില്ലത്തിലേക്ക് എത്തി നോക്കണം. തീക്കുണ്ടം തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. തന്നെ വലിച്ചെറിയാനുള്ള തീക്കുണ്ടമാണ് ആളിക്കത്തിക്കുന്നത്. ആ കടുത്ത തീക്കുണ്ടത്തിലേക്ക് നോക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടു പോയില്ല, നിരാശനായി പോയില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, വരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അള്ളാഹുവിനോട് വരമേൽപ്പിക്കണം. ഒരു വിഷമം കൊണ്ട് വരുമ്പോ അള്ളാഹുൽ വരമേൽപ്പിക്കാനുള്ള കരുത്ത്, ക്ഷമ നമുക്കുണ്ടാവണം. പ്രതിസന്ധികള് അതുണ്ടാകും. എന്തിനാ പ്രതിസന്ധികള്? ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ നൽകാതെ അള്ളാഹ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും നൽകിയിട്ട് എനിക്ക് നൽകാതിരുന്നത് ഇതൊരു പരീക്ഷണമാണ്. എന്നെ പ്രത്യേകമായ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് രോഗം കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കുകയാണ്, എന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണെങ്കിലും എന്റെ അയൽപ്പക്കത്തും എന്റെ കുടുംബത്തിലും പലരും ആരോഗ്യത്തിലാണ്.
എനിക്ക് രോഗം തന്ന് അള്ള പരീക്ഷിക്കുന്നത് അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പരീക്ഷണം, എന്റെ സബർ മനസ്സിലാക്കാൻ വേണ്ടി, എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. എന്റെ ജോലി നഷ്ടപ്പെടുത്തിയത്, എനിക്ക് ദാരിദ്ര്യം നൽകിയത്, എനിക്ക് കഷ്ടപ്പാട് നൽകിയത്, എനിക്ക് കുടുംബ വിഷയങ്ങൾ നൽകിയത്, എനിക്ക് സാമൂഹിക വിഷയങ്ങൾ നൽകിയത്, അങ്ങനെ കടുത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാര് ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. ആ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് സമ്പൂർണമായി റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് സാധിക്കാതെ പോകരുത്. പള്ളിയിൽ വരുന്നവര്, ഖുർആൻ ക്ലാസ് കേൾക്കുന്നവര്, ചിലരൊക്കെ നിരാശപ്പെട്ടിട്ട് ആത്മഹത്യ സംഭവിക്കരുത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ. നിരന്തരം തേടണം. അല്ലാഹുവിന്റെ റസൂൽ സുജൂദുകളിൽ നിരന്തരമായിട്ട് തേടിയിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് തേടുകയാണ്. ഹൃദയം ദീനിൽ നിലനിൽക്കണം. മരണം അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലാവണം. എപ്പ മരിക്കുകയാണെങ്കിലും അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലാവണം. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മിൽ നിറഞ്ഞു നിൽക്കണം. സ്വർഗത്തിലേക്കണ്ട് കാലെടുത്ത് വെക്കുന്നത് വരെയും ആ പ്രവർത്തനങ്ങളിലായി വ്യാപൃതരാവണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞത് അതല്ലേ? നിരാശ, അസ്വസ്ഥത, ആശങ്ക, ആകെക്കൂടി സ്ട്രെസ്, എന്തൊരു ജീവിതമാണിത്. വിശ്വാസിക്ക് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തി അൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യുകയാണ്. ആകാശങ്ങളും ഭൂമിയും വിശാലമായ സുഖത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും കേദാരമായ അനന്തവിശാലമായ ആ സ്വർഗലോകം വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ വാഗ്ദാന ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. അതേ ഇവിടത്തെ പോലെ രോഗം വരികയില്ല, മരണം വരികയില്ല, മറ്റു പ്രയാസങ്ങൾ വരികയില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. എന്നും ശാശ്വതമായ സൗഭാഗ്യം അനുഭവിക്കാനുള്ള കേന്ദ്രമാണ്, സുഖം അനുഭവിക്കാനുള്ള കേന്ദ്രമാണ്, സന്തോഷം പങ്കിടാനുള്ള കേന്ദ്രമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ. ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളയാ പറയുന്നത്. ഈ മഹത്തായ സംവിധാനങ്ങൾ ഒരുക്കി അള്ള പറയുകയാണ്, ഇതിലുപരിയായ വലിയൊരു സംവിധാനം വിശ്വാസികൾക്ക്, അള്ളാനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ വിഷമം? അത് മാത്രല്ല, വിശിഷ്ടമായ ഭവനങ്ങൾ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ വിശിഷ്ടമായ ഭവനങ്ങളുണ്ട്. മാത്രമല്ല വരിദ്വാനും മിനല്ലാഹി അക്ബർ, വരിദ്വാനും മിനല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അള്ളാന്റെ സംതൃപ്തിയാണ്. സ്വർഗത്തില് അള്ളാന്റെ കോപമുണ്ടാവൂല. അള്ള പിന്നെ നമ്മോട് കോപിക്കുന്നതല്ല, അവന്റെ സംതൃപ്തി മാത്രമാണ് ഉണ്ടാവുക. ഭൂമി പിന്നെ വിണ്ടുകീറുകയില്ല, ആകാശങ്ങൾക്കിടിലം കൊള്ളുകയില്ല, അതുപോലെ അപകടങ്ങൾ ഒരിക്കലും വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കോപിക്കുന്നതല്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതത്ര മഹത്തായ വിജയം. അതാണ് മഹത്തായ വിജയം. അതിനാണ് ജീവിതം. അത് നേടിയെടുക്കാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും രാത്രിയും പകലും അതിനായി അധ്വാനിക്കുക, അതിനായി പരിശ്രമിക്കുക. നിരന്തരമായിട്ടുള്ള പരിശ്രമം വേണം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുമുൽ ബഅ്സാഉ വദർറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട് കടക്കാമെന്ന് വ്യാമോഹിക്കുകയാണോ? സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന്
നിങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിക്കുകയാണോ? മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് വന്നു ഭവിക്കാത്ത മാതൃകകൾ നിങ്ങൾക്ക് വന്നു ഭവിക്കാതെ, പ്രയാസങ്ങളൊന്നും കൂടാതെ, ഒരു ദുഃഖവും വിഷമവും കൂടാതെ, ഒരു ത്യാഗവും കൂടാതെ ആനന്ദ വിശാലമായ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? മുമ്പുള്ളവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിക്കുകയുണ്ടായി. ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അത് മുൻകഴിഞ്ഞവർക്ക് ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കും ബാധിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എത്രത്തോളമാണ് അള്ളാഹു നിയോഗിച്ച റസൂല് തന്നെ ചോദിക്കുകയാണ്. ആ റസൂലും വിശ്വാസികളും മതാ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എവിടെ? അള്ളാഹിന്റെ സഹായം എവിടെ? ഒരാളെ കൊണ്ടുവരപ്പെടുകയാണ്, ഒരു പ്രവാചകനെ കൊണ്ടുവരപ്പെടുന്നു. ആ പ്രവാചകൻ അനുയായിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് ശിരസ് മുതൽ പാദം വരെ രണ്ടായി പിളർത്തുകയാണ് ഈർച്ചവാളുകൊണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ മാംസവും എല്ലുകളിൽ നിന്ന് മാംസം അടർത്തിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ക്രൂരമായ ചെയ്തികളൊക്കെ മുൻകാലങ്ങളിൽ പ്രവാചകന്മാർക്കിടയിലും അതുപോലെ തന്നെ അവരുടെ അനുജന്മാർക്കിടയിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെയുള്ള മാതൃകകൾ നിങ്ങൾക്ക് വന്നു ഭവിക്കാതെ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണോ? അല്ലാഹ് പറയാണ്, അലാ, അറിയണം, ഇന്ന നസറല്ലാഹി ഖരീബ്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അതെ, ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹ് ആശ്വാസം നൽകുന്നതാണ്. അതിന് പ്രതിഫലമായി സ്വർഗലോകത്ത് ഉന്നതമായ ഫിർദൗസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. ആ ഫിർദൗസ് നമുക്ക് അനന്തരമെടുക്കണ്ടേ? ഫിർദൗസ് അനന്തരം എടുക്കണം. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഫിർദൗസ് അനന്തരം എടുക്കാൻ സാധിക്കുക? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിജയത്തിന്റെ നിദാനം എന്താ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവര് തിരിഞ്ഞുകളയുന്നവരാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവർ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ഇണകൾ വലങ്കയുടമപ്പെടുത്തിയ അല്ലാഹ് അനുവദിച്ച ഇണകളോടൊപ്പം മാത്രമേ അവർ സന്തോഷം പങ്കിടുകയുള്ളൂ. അല്ലാത്ത ഒരു തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്കും അവർ പോകുകയില്ല. പിന്നീട് അല്ലാഹ് പറയാണ്, വല്ലദീനഹും ലിഅമാനാതിഹിം വഅദിഹിം റാഊൻ, അവർ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ്. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവരുടെ നമസ്കാരത്തിൽ അവര് സൂക്ഷ്മത പുലർത്തുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. 5 നേരത്തെ ആ വക്തിൽ തന്നെ ജമാഅത്തായി നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് സ്വർഗ്ഗം അനന്തരമെടുക്കുന്നത്. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികള്, അവരാണ് അനന്തരാവകാശികള്. ഇവിടുത്തെ ചെറിയ അനന്തരാവകാശം കിട്ടുന്ന വിഷയത്തിൽ തന്നെ തർക്കം, ബഹളം, എന്തൊക്കെയാ നടക്കണല്ലേ എന്ന് അല്ലാഹ് പറയാണ്. ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളവരെ അനന്തരം എടുക്കുന്നവര് എന്ത് ഫിർദൗസ്, ഫിർദൗസ് അത് വിശദീകരിക്കാൻ കഴിയില്ല. അത്രയും ഉന്നതമായ സ്വർഗമാണ് അനന്തരമെടുക്കാൻ പോകുന്നത്. ഈ ക്വാളിറ്റിയുള്ള ആളുകൾക്ക് അല്ലാഹ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉന്നതമായ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയുള്ള ത്യാഗസമ്പൂർണ്ണ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസം ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾക്കകം നമ്മിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ,
പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. രാത്രിയും പകലും അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം. ആ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളാണ്. ദുൽഹജ്ജ് മാസം പിറന്നതു മുതലുള്ള 10 ദിവസങ്ങൾ. ഉദയത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കുക. പിറവി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? തലേന്ന് തന്നെ നഖം വെട്ടണമെങ്കിൽ നഖം വെട്ടണം, മുടിയെടുക്കണമെങ്കിൽ മുടിയെടുക്കണം, കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തൊക്കെ രോമം നീക്കണമെങ്കിലൊക്കെ നേരത്തെ നീക്കിക്കളയണം. പിറവി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നീക്കരുത്. അതാണ് ഇതിന്റെ സുന്നത്ത്. ഉദയഹത്ത് നേർന്ന ആളുകൾക്കും അല്ല ഉദയഹത്ത് സാധാരണ നിലക്കറക്കുന്ന ആളുകൾക്കും അതൊക്കെ ബാധകമാണ്. പിന്നെ ഈ 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. എത്രത്തോളം? പരിശുദ്ധ റമദാനിലെ അവസാന 10 ദിവസങ്ങളുണ്ടല്ലോ, പരിശുദ്ധ റമദാനിലെ അവസാന 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളെ പോലെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജിലെ ഈ 10 ദിവസങ്ങൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പരിശുദ്ധ റമദാനിലെ അവസാന 10-നേക്കാൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. കാരണം ഇതിൽ ഹജ്ജ് കൂടി കടന്നു വരുന്നുണ്ട്. മറ്റേ 10 ഇല്ലാത്തൊരു പ്രത്യേകത ഹജ്ജ് കൂടി ഇതിലുണ്ട്. അപ്പോൾ ഈ 10 നോമ്പുണ്ട്. നോമ്പെന്ന് പറഞ്ഞാൽ അറഫ നോമ്പുണ്ട്, അല്ലാതെ തന്നെ നോമ്പെടുക്കാം. ദുൽഹജ്ജ് ഐച്ഛികമായ ഏത് കർമ്മങ്ങളും നമ്മൾ ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാം. ആ നിലക്ക് നമുക്ക് ആ ദുൽഹജ്ജിന്റെ 10 ദിവസവും നോമ്പെടുക്കാം. എന്ന് പറഞ്ഞാൽ 9 ദിവസവും നോമ്പെടുക്കാം. അതുപോലെ തന്നെ ദുആ ദിക്റുകൾ, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, നന്മകൾ വർദ്ധിപ്പിക്കൽ, അങ്ങനെ എല്ലാ സൽക്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ആ 10 ദിവസങ്ങൾ പരിശുദ്ധ റമദാനിലെ അവസാന 10 പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ 10 എന്ന ഒരു ബോധത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിലുള്ള ഒരു തഖ്വ, ആ സൂക്ഷ്മത പലപ്പോഴും ഈ 10 കിട്ടാറില്ല. ഉണ്ടാവരുത്. ദുൽഹജ്ജ് ആ 10 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്, വളരെ പവിത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ഐച്ഛികമായ കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമായി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗസ നിരന്തരമായി നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുകയാണ്. ചോദിക്കാൻ ആളില്ല, പറയാൻ ആളില്ല. എല്ലാവരും നിർത്തിക്കഴിഞ്ഞു ചോദ്യവും പറച്ചിലൊക്കെ. നമ്മുടെ കരങ്ങൾ ഹൃദയം തുറന്നുകൊണ്ട്, ഹൃദയം വേദനിച്ചുകൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ നീളണം. തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും നമുക്ക്. മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രയാസത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസം അത് മുഖേന അല്ലാഹു ദൂരീകരിക്കും. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി നമ്മൾ നമസ്കാരാനന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവേ, റഹ്മാനായ റഹീമായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ഫലസ്തീനിലെ ആ ദുർബലരായ, ആ വിഷമിക്കുന്ന പീഡിതരായ സമൂഹത്തിന് ആശ്വാസവും സമാധാനവും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അവിടെ കൊല്ലപ്പെട്ടവർക്ക് ഉന്നതമായ ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അക്രമിയുടെ കൈപിടിക്കണം അല്ലാഹ്. അല്ലാഹുവേ, അക്രമിക്ക് നീ തന്നെ നൽകണം. അല്ലാഹുവേ, അക്രമിയുടെ കൈ നീ തന്നെ പിടിക്കണം. അല്ലാഹുവേ, അവരുടെ ദുൽമ്, അതിക്രമം ഇല്ലായ്മ ചെയ്യ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് നിന്നിൽ മാത്രമാണ് സമർപ്പിക്കാനുള്ളത്. അല്ലാഹുവേ, ആ പാവങ്ങൾക്ക് ആശ്വാസം നൽകണം. സമാധാനത്തിന്റെ പുലരി അവിടെ നീ നൽകണം. നീ മാത്രമാണ് നൽകേണ്ടവൻ. അല്ലാഹുവേ, ആ സമാധാനത്തിന്റെ പുലരി കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഖുദ്സിന്റെ മോചനം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആഫിയത്തും ആരോഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് അല്ലാഹുവേ ആശ്വാസം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടഭാരവും അതുപോലെ പലതരത്തിലുള്ള ദുരന്തവും വിഷമവും അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് ആശ്വാസവും സമാധാനവും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്.
അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണമല്ലാ. അള്ളാഹുവേ, നാളെ സ്വർഗ്ഗലോകത്ത് ഫിർദൗസിൽ വെച്ച് അവരുമായി കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്. അങ്ങനെ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്. അവർക്കെല്ലാം പുറത്തു മാപ്പാക്കി കൊടുക്കണമല്ലാ. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമല്ലാ. ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണമല്ലാ. ഞങ്ങളുടെ മരണം നന്നാക്കണമല്ലാ. ഞങ്ങളുടെ ജീവിതം നന്നാക്കണമല്ലാ. ഞങ്ങളുടെ കുട്ടികളെ നന്നാക്കണമല്ലാ. ഞങ്ങളുടെ ഇണകളെ നന്നാക്കണമല്ലാ. ഞങ്ങളെ ദുരിതത്തിലാക്കരുതല്ലാ. ഞങ്ങളെ അപമാനിക്കരുതല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണമല്ലാ. ربنا عليك توكلنا وإليك نبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم دمر أعداء الدين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من البرص والجذام والجنون ومن سيء الأسقام. ربنا عليك توكلنا وإليك نبنا وإليك المصير. ربنا لا تجعلنا للذين كفروا. ربنا لا تجعلنا للذين كفروا فتنة. ربنا لا تجعلنا للذين كفروا فتنة. ربنا عليك توكلنا وإليك نبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. صلى الله على نبينا محمد صلى الله عليه وسلم. وأقم الصلاة.